മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ ബീവി ഒരിക്കൽ കാണാൻ ചെന്നു. ഫാത്തിമ ബീവി മാവ് കുഴച്ച് കൈ രണ്ടും ഇങ്ങനെ പൊട്ടി വിറണായി നിൽക്കുന്ന സമയ ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഫാത്തിമ ബീവി എന്ന മകള് കരളിന്റെ കഷണായ റസൂലുള്ളാന്റെ കരളിന്റെ കഷണത്തിന്റെ തോൾ ഭാഗം തോലുപോയിട്ടുണ്ട്. ആ തോൾ ഭാഗവും കൈയും കാണിച്ചിട്ട് വാപ്പാനോട് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ കണ്ടില്ലേ വാപ്പാന്റെ കഷ്ടപ്പാട്, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അടിമയെ തരണം, പണി ചെയ്യിക്കാൻ എനിക്കൊരു അടിമയെ തരണം വാപ്പാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ ദുനിയാവിലെ അടിമയേക്കാൾ നിനക്ക് ഉപകാരപ്പെടുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ചെല്ലിക്കോ, എന്റെ തുലാസിൽ കനം തൂങ്ങും പറഞ്ഞു. റസൂലുള്ള ഇറങ്ങി അങ്ങ് നടന്നു. തുലാസിൽ കനം തൂങ്ങാൻ അതങ്ങനെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞാ മതിയോ? പോരാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സ്തുതിക്കപ്പെടേണ്ടവനായ പടച്ച റബ്ബേ നീ എത്ര പരിശുദ്ധവാനാണ്. എന്റെ കണ്ണുകൾക്ക് 14 ഞരമ്പുകളെ കൊണ്ട് കാഴ്ച തന്നവൻ, അല്ല ഓരോ നിറത്തെയും വേർതിരിക്കാനുള്ള ഞരമ്പുകളെ കൊണ്ട് സംവിധാനിച്ചവൻ, എന്റെ വയറുകൾക്ക് മാംസത്തെയും സസ്യത്തെയും ദഹിപ്പിക്കാനുള്ള ആമാശയത്തിന്റെ രോമകൂപങ്ങൾ ഉണ്ടാക്കിയവൻ, എന്റെ ചെറുകുടലിനെയും വൻകുടലിനെയും കൃത്യമായി ഒരെല്ലിന്റെ കഷണത്തെ പോലും ദഹിപ്പിക്കാൻ സംവിധാനിക്കുന്ന റബ്ബ്, ആവശ്യമുള്ളത് ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും ആവശ്യമില്ലാത്തത് വിസർജ്യ കൊയലുകളിലേക്കും തള്ളി നീക്കുന്ന എന്റെ നാഥൻ, കുടിക്കുന്ന വെള്ളത്തിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ളതെടുത്ത് ആവശ്യമില്ലാത്തത് മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന റബ്ബ്, അതേ മൂത്രനാളിയിലൂടെ ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പായ ബീജത്തെ ഉൽപ്പാദിപ്പിച്ച എന്റെ ആ ലിംഗത്തിലൂടെ മാതാവിന്റെ അണ്ടത്തിലേക്ക് എത്തിക്കുന്ന എന്റെ റബ്ബ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധവാനാ. സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോഴാണ് അതിന്റെ കൂലി. ഇന്ന്